ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. വനം ഡിഎഫ്ഒ ഓഫീസ് കോമ്പൗണ്ടിലെ മരത്തിൽ കയറി 6 മണിക്കൂറോളം ആത്മഹത്യാ ഭീഷണി മുഴക്കി 2 ആദിവാസി യുവാക്കൾ. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണിയുമായി ആദിവാസി യുവാക്കൾ മരത്തിൽ കയറിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന തഹസിൽദാരുടെ ഉറപ്പിലാണ് സമരം അവസാനിച്ചത്. കരുളായി വനത്തിലെ മുണ്ടക്കടവ് നഗറിൽ താമസിക്കുന്ന ബാബുരാജ്, വിനീത് എന്നിവരാണ് നിലമ്പൂർ സൌത്ത് ഡിഎഫ്ഒ ഓഫീസ് കോമ്പൗണ്ടിലെ പാലമരത്തിൽ കയറിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെ മരത്തിൽ 20 മീറ്ററോളം മുകളിൽ കയറിയ ഇവർ രാത്രി 6:30യോടെയാണ് ഇറങ്ങിയത്. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആദിവാസികൾ വനംവകുപ്പിനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ഏക്കർ വീതം ഭൂമി ലഭിക്കാൻ 2019-ൽ 53 പേർ അപേക്ഷ നൽകിയെങ്കിലും 18 പേർക്ക് 2 ഏക്കർ വീതമാണ് ഇതുവരെ അനുവദിച്ചത്. അതിന്റെ രേഖ വിതരണം ചെയ്തിട്ടുമില്ല. ഇത് സംബന്ധിച്ച് ഡിഎഫ്ഒയുമായി ചർച്ച ചെയ്യാൻ രാവിലെ 11ഓടെയാണ് ചേമ്പുകല്ല് നഗറുകാരും ഇപ്പോൾ മുണ്ടക്കടവിൽ താമസക്കാരുമായ 10ഓളം പേർ ഡിഎഫ്ഒ ഓഫീസിലെത്തിയത്. അധികൃതരുമായുള്ള ചർച്ചയിൽ അനുകൂല തീരുമാനമാവാത്തതിനെ തുടർന്നാണ് 2 പേർ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഉടൻ തന്നെ വനപാലകരും പോലീസും ഇവരെ താഴെയിറക്കാനുള്ള ശ്രമം തുടർന്നെങ്കിലും സാധ്യമായില്ല. നിലമ്പൂർ സൌത്ത് ഡിഎഫ്ഒ ജീത നിക്ലാൽ, നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം, നോർത്ത് ഡിഎഫ്ഒ ധനീഷ് കുമാർ തുടങ്ങിയവർ നിരവധി തവണ ആദിവാസികളുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിനെ തുടർന്ന് സൌത്ത് ഡിഎഫ്ഒയുമായി ആദിവാസികളും പൊതുപ്രവർത്തകരും വാക്കുതർക്കമുണ്ടായി. അതിനിടെ ഡിഎഫ്ഒയെ തടയാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസ് ഡിഎഫ്ഒയ്ക്ക് സംരക്ഷണം ഒരുക്കുകയായിരുന്നു. വൈകുന്നേരം 5:30യോടെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ തഹസിൽദാർ എം.പി. സിന്ധു സ്ഥലത്തെത്തി നിലമ്പൂർ സൌത്ത് ഡിഎഫ്ഒ ജീത നിക്ലാൽ, നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം, നോർത്ത് ഡിഎഫ്ഒ ധനീഷ് കുമാർ എന്നിവരുമായി ചർച്ച നടത്തി തീരുമാനം അറിയിച്ച ശേഷമാണ് ആദിവാസികൾ പിന്മാറിയത്. ഭൂമി വിതരണം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഡിഎൽസി ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ ഡിഎൽസി ചേരാൻ പ്രത്യേക അനുമതി തേടും. വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്ക് പതിച്ചു നൽകാൻ സർവേ നടത്തി കണ്ടെത്തിയ 106 ഏക്കർ ഭൂമി ചേമ്പുകൊല്ലിയിൽ താമസിച്ചിരുന്നവർക്ക് തന്നെ വീതിച്ചു നൽകും. വനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന 2005-ൽ പ്രായപൂർത്തിയാവാത്ത അപേക്ഷകർക്ക് കൂടി ഭൂമി ലഭ്യമാക്കാൻ അവരുടെ പ്രായപൂർത്തിയായ മാതാപിതാക്കൾക്ക് ഭൂമി കൈമാറും. തുടർന്ന് 2005-ൽ പ്രായപൂർത്തിയാവാത്തവർക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും തഹസിൽദാർ ആദിവാസികൾക്ക് ഉറപ്പ് നൽകി. തുടർന്ന് മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ആദിവാസി യുവാക്കളുമായി തഹസിൽദാർ ഫോണിൽ സംസാരിച്ച് തീരുമാനം അറിയിച്ച് അനുനയിപ്പിച്ചാണ് മരത്തിൽ നിന്ന് ഇറക്കിയത്. അതേസമയം അധികൃതരുടെ ഉറപ്പിൽ ഒരു പ്രതീക്ഷയുമില്ലെന്നും നിരവധി തവണ തങ്ങളെ വഞ്ചിച്ചതാണെന്നും മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ബാബുരാജും വിനീതും പറഞ്ഞു. വനം വകുപ്പും ഐടിഡിപിയും സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ആദിവാസികളുടെ അവകാശം നിഷേധിക്കുകയാണെന്നും സർവേ നടത്തി ഭൂമി കണ്ടെത്തിയിട്ടും വിതരണം നടത്തുന്നില്ലെന്നും ഇവർ പറഞ്ഞു. ഇവരെ താഴെയിറക്കാൻ നിലമ്പൂർ സിഐ ടി.എസ്. ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും. ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം. കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും. അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം. ചരിത്ര വിഭാഗ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.